പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഒരു പൂർണ്ണസംഖ്യ കൊണ്ട് ഒരു ഭിന്നസംഖ്യയെ ഗുണിക്കുന്നത് എങ്ങനെ എന്ന് കണ്ടുപിടിക്കാനാണ്. ഉദാഹരണത്തിന് 3 എന്ന പൂർണ്ണസംഖ്യ കൊണ്ട് എങ്ങനെ 2/3 എന്ന ഭിന്നസംഖ്യയെ ഗുണിക്കും, അല്ലെങ്കിൽ 2 എന്ന പൂർണ്ണസംഖ്യ കൊണ്ട് എങ്ങനെ 3/4 എന്ന ഭിന്നസംഖ്യയെ ഗുണിക്കും. നമ്മൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ച ചില കാര്യങ്ങൾ നമുക്കെല്ലാവരും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ, എന്നാലും അവ ഒന്ന് നമ്മുടെ മെമ്മറിയിലേക്ക് ഒന്ന് തിരിച്ചു കൊണ്ടുവന്നാൽ ഇവ ഗുണിക്കുന്ന കാര്യം എളുപ്പം നമുക്ക് മനസ്സിലാവും. അതിലൊന്ന്, കൂട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണ് എന്ന് വെച്ചാൽ, നിത്യജീവിതത്തിൽ നമുക്ക് നമ്മുടെ അനുഭവം വെച്ച് എന്തർത്ഥമാണോ ഉള്ളത്, അതുപോലെ ഗുണനത്തിനും എന്ത് പ്രായോഗിക അർത്ഥമാണുള്ളത്, അതിൻ്റെ ഗുണനത്തിൻ്റെ പ്രായോഗിക അർത്ഥം എന്താണ്. ആദ്യം നമുക്ക് കൂട്ടുക എന്നതിൻ്റെ പ്രായോഗിക അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ നോക്കാം. ഉദാഹരണത്തിന് 2+3 എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം. 2ഉം 3ഉം കൂട്ടിയാൽ 5 കിട്ടും. അപ്പോൾ 2+3 എന്ന് പറഞ്ഞാൽ 5 ആണെന്ന് നമുക്കറിയാം. ഇതെങ്ങനെ നമുക്ക് ശരിയാണ് തെളിയിക്കാൻ കഴിയും? അത് നമുക്ക് നോക്കാം. നിങ്ങൾ ഒരു പ്ലേറ്റാണ് കാണുന്നത്. അതിൽ 2 തക്കാളി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 തക്കാളി ആ പ്ലേറ്റിൽ കാണുന്നു. ഇപ്പോൾ ഞാൻ അതിൻ്റെ വലത്തുവശത്തായിട്ട് 3 തക്കാളി കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടത്തുവശത്തെ 2 തക്കാളി 2നെ സൂചിപ്പിക്കുന്നു, വലത്തുവശത്തെ തക്കാളി 3നെ സൂചിപ്പിക്കുന്നു. ഇവ കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്ത് വയ്ക്കുക എന്നർത്ഥം. കൂട്ടിച്ചേർത്ത് വെച്ചാൽ എന്ത് കിട്ടും? അതാണ് അതിൻ്റെ അർത്ഥം. നമുക്കത് നോക്കാം. ഇപ്പോൾ ഞാൻ 2 തക്കാളിയും 3 തക്കാളിയും കൂട്ടിച്ചേർത്ത് വച്ചിരിക്കുന്ന, അഥവാ കൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ എത്ര തക്കാളി ഉണ്ട്? എണ്ണി നോക്കിയാൽ നിങ്ങൾക്കറിയാം 5 തക്കാളി ഉണ്ടെന്ന് അറിയാം. അപ്പോൾ 2 തക്കാളി + 3 തക്കാളി = 5 തക്കാളി, അഥവാ 2+3 = 5 എന്ന് തെളിഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ, കൂട്ടാൻ പറഞ്ഞാൽ കൂട്ടി വെച്ച് എണ്ണി നോക്കിയാൽ അതിൻ്റെ ഉത്തരം കിട്ടുമെന്ന് മനസ്സിലായി. അതായത് പ്ലസിൻ്റെ അർത്ഥം കൂട്ടി വയ്ക്കുക എന്നാണ്, അല്ലെങ്കിൽ ചേർത്ത് വയ്ക്കുക എന്നാണ്. നിങ്ങൾ ഇതൊന്ന് ഓർമ്മയിൽ നല്ലവണ്ണം സൂക്ഷിച്ച് വയ്ക്കുക. ഇനി അടുത്ത കാര്യം നോക്കാം, അതായത് ഗുണനത്തിൻ്റെ പ്രായോഗിക അർത്ഥം. നമുക്ക് ഗുണനത്തിൻ്റെ പ്രായോഗിക അർത്ഥം മനസ്സിലാക്കാൻ 2ൻ്റെ ഗുണനപ്പട്ടിക ഒന്ന് പരിശോധിക്കാം, ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 2ൻ്റെ ഗുണനപ്പട്ടികയാണ്. അതിൽ ആദ്യത്തെ ഇത് 1 × 2 എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം 2 എന്നുള്ളത് ഒരു പ്രാവശ്യം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം എടുത്താൽ നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. അത് ശരിയാണെന്ന് തക്കാളിയുടെ സഹായത്താൽ നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. നോക്കൂ, ആ മഞ്ഞ പ്ലേറ്റിൽ ഞാൻ 2 തക്കാളി ഒരു പ്രാവശ്യം വെച്ചിരിക്കുകയാണ്. അപ്പോൾ എത്ര തക്കാളി ഉണ്ട്? 2. അപ്പോൾ 2 തക്കാളി ഒരു പ്രാവശ്യം എടുത്താൽ എത്ര തക്കാളി കിട്ടും? 2 തക്കാളി. അപ്പോൾ 1 × 2 എന്നുള്ളത് 2ന് തുല്യമാണെന്ന് വളരെ വ്യക്തമായി. ഇനി അതിൽ തർക്കമില്ല. അടുത്തതായിട്ട് അതിൽ പറഞ്ഞത് 2 × 2 എന്നുള്ളതിൻ്റെ അർത്ഥമാണ്. 2 × 2 എന്ന് പറഞ്ഞാൽ 2 എന്നുള്ളത് 2 പ്രാവശ്യം എടുക്കുക എന്നർത്ഥം. അതായത് 2 പ്രാവശ്യം എടുത്ത് കൂട്ടുക. അപ്പോൾ 2 + 2 എന്നർത്ഥം. അതിൻ്റെ ഉത്തരം 4 ആണ്. അതും നമുക്ക് തക്കാളി സഹായത്താൽ തെളിയിക്കാം. ഞാനിപ്പോൾ മഞ്ഞ പ്ലേറ്റിൽ 2 തക്കാളി 2 പ്രാവശ്യം വെച്ചിട്ടുണ്ട്. ഇനി അവ ചേർത്ത് വെച്ചാൽ എത്രയായിരിക്കും കിട്ടുക? തക്കാളി ചേർത്ത് വെച്ചപ്പോൾ എത്ര കിട്ടുകയെന്ന് നിങ്ങൾ എണ്ണി നോക്കുക. എണ്ണി നോക്കുമ്പോൾ എത്രയെന്ന് കിട്ടും? 4 എന്ന് കിട്ടും. അപ്പോൾ 2 തക്കാളി 2 പ്രാവശ്യം എടുത്ത് ചേർത്ത് വെച്ചാൽ 4 കിട്ടും. അതായത് അത് 2 × 2ന് തുല്യമല്ലേ? അപ്പോൾ 2 × 2 എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? 2 തക്കാളി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ 2 പ്രാവശ്യം വെച്ച് അത് കൂട്ടി നോക്കിയാൽ കിട്ടുന്നതായിരിക്കും.
അതുപോലെ 3×2 2+2 എന്ന് വെച്ചാൽ 2 3 തവണ എടുത്ത് കൂട്ടുകയാണെന്നർത്ഥം. ഇതും തക്കാളി സഹായത്താൽ നമുക്ക് തെളിയിക്കാം. അപ്പോൾ 2×3 എന്ന് വെച്ചാൽ 2 3 തവണ എടുത്ത് കൂട്ടുമ്പോൾ നമുക്ക് അറിയാം 6 എന്ന് കിട്ടുമെന്ന്. അപ്പോൾ തക്കാളി ഞാൻ പ്ലേറ്റിലേക്ക് നോക്കുക. തക്കാളി 2 തക്കാളി വീതം 3 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. ഇനി അവ ഒരുമിച്ച് അഥവാ കൂട്ടിച്ചേർത്താൽ ഇതിൻ്റെ ഉത്തരമായിരിക്കും. നമുക്കൊന്ന് കൂട്ടിവെച്ച് നോക്കാം. കൂട്ടിവെച്ചപ്പോൾ എത്ര തക്കാളിയാണ് കാണുന്നത്? അത് ഒരുമിച്ച് എണ്ണി നോക്കിയാൽ നമുക്കറിയാം 6 തക്കാളിയാണ്. അപ്പോൾ 3×2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 3 പ്രാവശ്യം എടുത്ത് കൂട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ 4×2 എന്തർത്ഥമായിരിക്കും? അത് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? 2 തക്കാളി 4 പ്രാവശ്യം വെച്ച് അവ കൂട്ടിച്ചേർത്താൽ മതി. ഇപ്പോൾ മഞ്ഞ പ്ലേറ്റിൽ 2 തക്കാളി 4 പ്രാവശ്യം എടുത്തിരിക്കുന്നു. ഇനി അവ കൂട്ടിച്ചേർത്താൽ എന്തായിരിക്കും കിട്ടുക? 4×2 ഉത്തരമായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ 2 തക്കാളി 4 പ്രാവശ്യം എടുത്ത് വെച്ചത് എല്ലാം കൂട്ടി വെച്ചു, അതായത് കൂട്ടി. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? നമ്മൾ അതെല്ലാം എണ്ണി നോക്കി കഴിഞ്ഞാൽ 8 എന്ന് കിട്ടും. അപ്പോൾ 4×2 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 2 എന്നത് 4 പ്രാവശ്യം എടുത്ത് കൂട്ടിയാൽ മതി. 4 പ്രാവശ്യം എടുത്ത് വെച്ചാൽ കൂട്ടിച്ചേർത്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും 4×2 ഉത്തരം. അങ്ങനെയാണെങ്കിൽ 3×2/3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം? അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 2/3 എന്നുള്ളത് 3 പ്രാവശ്യം എടുക്കുക. ആപ്പിളിൻ്റെ കാര്യമാണെങ്കിൽ 2/3 3 പ്രാവശ്യം എടുത്താൽ ഇതിൻ്റെ ഉത്തരമായി. ഇനി നമുക്കതൊന്ന് നോക്കാം. ഇപ്പം നിങ്ങൾ മഞ്ഞ പ്ലേറ്റിൽ കാണുന്നത് ഒരു ആപ്പിളിനെ തുല്യ 3 കഷ്ണങ്ങളായി മുറിക്കുമ്പോൾ കിട്ടുന്ന കഷ്ണങ്ങളാണ്. 3 കഷ്ണങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അതിൽ ഞാൻ ഒരു കഷ്ണം നീക്കാൻ ചെയ്യുകയാണ്. അത് ഇത് മാറ്റുകയാണ്. ഇപ്പം നിങ്ങൾ ആ പ്ലേറ്റിൽ എന്താ കാണും? 2 കഷ്ണം കാണാം അല്ലേ? അപ്പോൾ 2 കഷ്ണം കാണാം. ഞാനതിൽ ഒരു കഷ്ണത്തെ തൊടാം. ഈ തൊട്ടുള്ള കഷ്ണത്തിൻ്റെ വലുപ്പം എത്രയാണ്? ഇതുപോലത്തെ എത്ര കഷ്ണം ചേർന്നാലാണ് മുഴുവനാവുക? ഞാൻ പറഞ്ഞു 3 മുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലത്തെ എത്ര കഷ്ണം ചേർന്ന് കഴിഞ്ഞാൽ ഒരു മുഴുവനാവും? 3 എണ്ണം. അതുകൊണ്ട് ഛേദം എത്രയാണ്? 3. ഇനി ഇതേപോലത്തെ എത്ര കഷ്ണം ഉണ്ടായില്ല? 2. അപ്പോൾ 2 എണ്ണം 2ആണ്. അപ്പോൾ അംശം 2ഉം ഛേദം 3 ആണെങ്കിൽ ആ ഇതിന് സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യയാണ്. 2/3 സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യയാണ്. ഉറപ്പാണല്ലോ. അങ്ങനെയാണെങ്കിൽ 3×2/3 എങ്ങനെ നമുക്ക് ആപ്പിളിൻ്റെ സഹായത്തിൽ കാണിക്കാം? ആപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഉപയോഗിച്ച് കാണിക്കാം. ഇതേപോലെയുള്ള കഷ്ണങ്ങൾ 3 പ്രാവശ്യം എടുക്കുക. ഇതേപോലെ 2 കഷ്ണങ്ങൾ 3 പ്രാവശ്യം എടുത്താൽ മതി. അപ്പോൾ ഉത്തരം കിട്ടുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പ്ലേറ്റിൽ കാണുന്നത് 2/3 കഷ്ണങ്ങൾ 3 പ്രാവശ്യം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കൂട്ടി വെച്ചാൽ കിട്ടുന്നതായിരിക്കും എന്ത്? 3×2/3 ഉത്തരം. അപ്പോൾ നമുക്കത് കൂട്ടി വെച്ചിട്ട് ഉത്തരം കണ്ടുപിടിക്കാം. ഈ കഷ്ണങ്ങളെല്ലാം കൂട്ടി വെച്ചു, എന്നാൽ കൂട്ടി. അപ്പോൾ ഉത്തരം എത്രയാണ്? അംശം എത്രയാണ്? ഛേദം എത്രയാണ്? കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ഉത്തരം പറയാം. ആദ്യം നമുക്ക് ഛേദത്തിന് നോക്കാം. ഞാൻ അതിലൊരു കഷ്ണത്തെ തൊടാം. ആ കഷ്ണത്തിൻ്റെ വലിപ്പം പറയാം. ഇപ്പം ഞാൻ അതിലൊരു കഷ്ണത്തെ തൊട്ടു. ഈ കഷ്ണത്തിൻ്റെ വലിപ്പം എത്രയാണ് എന്ന് വെച്ചാൽ ഒരു മുഴുവനാവുന്ന ഇതുപോലത്തെ എത്ര കഷ്ണം വേണം? 3 എണ്ണം. അപ്പോൾ ഇതിലെ എല്ലാ കഷ്ണം ഇതുപോലത്തെയാണ്. അതുകൊണ്ട് ഛേദം എത്രയാണ്? 3. അപ്പോൾ ഛേദം കിട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ അംശം കിട്ടണമെങ്കിൽ ഞാൻ തൊട്ട പോലത്തെ എത്ര കഷ്ണങ്ങൾ എണ്ണി നോക്കിയാൽ മതി. ഇതുപോലത്തെ എത്ര കഷ്ണങ്ങളുണ്ട്? 1 2 3 4 5 6. അപ്പോൾ 6 കഷ്ണങ്ങളുണ്ട്. അപ്പോൾ അംശം എത്രയാണ്? 6. അപ്പോൾ ഉത്തരം കിട്ടിയല്ലോ. 6/3 ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. ഇനി ഈ 6/3 എന്ന് എങ്ങനെ വന്നു എന്ന് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗുണിച്ചുത്തരം കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഛേദം എങ്ങനെ വന്നു എന്ന് നോക്കാം. നമ്മൾ 3 പ്രാവശ്യം എടുക്കും മുമ്പ് ഒരു പ്രാവശ്യം നമ്മൾ 2/3 കഷ്ണം എടുത്തു. അപ്പോൾ എന്തായിരുന്നു കഷ്ണത്തിൻ്റെ വലുപ്പം? അഥവാ ഛേദത്തിൻ്റെ സംഖ്യ, ഛേദത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ 3 ആയിരുന്നു.
എന്താ കാരണം? മൂന്ന് അതുപോലെയുള്ള 3 കഷ്ണങ്ങൾ കൂട്ടിയാലാണ് ഒരു മുഴുവനാവുക. അപ്പോൾ അതങ്ങനെയാണ് ഛേദം സൂചിപ്പിക്കുക. അതുകൊണ്ട് ഛേദം 3. ഇനി 3 പ്രാവശ്യം എടുത്തതിന് ശേഷം കഷ്ണത്തിന് വലുപ്പത്തിന് മാറ്റം വന്നോ? ഇല്ല. അപ്പോൾ ഈ 3 പ്രാവശ്യത്തിന് ശേഷം അതിലൊരു കഷ്ണത്തിന് വലുപ്പത്തിലായിരിക്കും. 3 പ്രാവശ്യം എടുത്താൽ ഒരെണ്ണാവുന്ന വലുപ്പമാണുള്ളത്. അതുകൊണ്ട് ഛേദം എന്തുതന്നെയാണ്? നമ്മൾ ഗുണിക്കാനെടുത്ത ഭിന്നസംഖ്യയുടെ ഛേദം തന്നെയാണ്. അത് എന്താ മനസ്സിലാവുന്നത്? ഒരു ഭിന്നസംഖ്യയെ പൂർണ്ണസംഖ്യയിൽ ഗുണിക്കുമ്പോൾ അതിൻ്റെ ഉത്തരമായി വരുന്ന ഭിന്നസംഖ്യയുടെ ഛേദം തന്നെയായിരിക്കും. ഭിന്നസംഖ്യയുടെ ഛേദം തന്നെയായിരിക്കും. അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അംശം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഒരു പ്രാവശ്യം 2/3 എടുത്തപ്പോൾ അതിൽ എത്ര കഷ്ണം ഉണ്ടായി? 2 കഷ്ണമാണ് ഉണ്ടായിട്ടുള്ളത്. എന്ന് വെച്ചാൽ അത് ഈ 2/3 അംശം 2ആണ്. എന്ന് വെച്ചാൽ ആ 2 സൂചിപ്പിക്കുന്ന കഷ്ണത്തിൻ്റെ എണ്ണമാണ്. അപ്പോൾ 2/3 കഷ്ണത്തിൻ്റെ എണ്ണമാണ് ഒരു പ്രാവശ്യം എടുക്കുമ്പോൾ വരിക. ഇനി 2 പ്രാവശ്യം എടുത്താൽ കഷ്ണം എന്തുണ്ടാവും? കഷ്ണം 2 പ്രാവശ്യം വരും. അതെന്ന് വെച്ചാൽ അംശം 2 പ്രാവശ്യം വരും. ഇനി 3 പ്രാവശ്യം എടുക്കുമ്പോഴോ കഷ്ണത്തിൻ്റെ എണ്ണം, അതായത് അംശം എത്ര പ്രാവശ്യം വരും? 3 പ്രാവശ്യം വരും. അതായത് 2 3 പ്രാവശ്യം വരും. അപ്പോൾ ഭിന്നസംഖ്യയുടെ അംശം 3 പ്രാവശ്യം എടുത്താൽ, അഥവാ ഭിന്നസംഖ്യയുടെ അംശത്തെ 3 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? ഗുണനഫലമായി വരുന്ന ഭിന്നസംഖ്യയുടെ അംശം കിട്ടും. അപ്പോൾ ഒരു ഭിന്നസംഖ്യയെ പൂർണ്ണസംഖ്യയിൽ ഗുണിക്കുമ്പോൾ എടുത്ത് അംശം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പൂർണ്ണസംഖ്യ കൊണ്ട് ഭിന്നസംഖ്യയുടെ അംശത്തെ ഗുണിച്ചാൽ മതി. എന്ന് വെച്ചാൽ അംശം സമം 3 × 2 6, ഛേദം സമം 3, ഭിന്നസംഖ്യ സമം 6/3. ഇനി ഒരു കണക്കൂടി പരിശോധിക്കാം. 2 എന്ന പൂർണ്ണസംഖ്യയുണ്ട്. 3/4 എന്ന ഭിന്നസംഖ്യയെ എങ്ങനെ ഗുണിക്കുക എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ മഞ്ഞ പ്ലേറ്റിലേക്ക് നോക്കുക. മഞ്ഞ പ്ലേറ്റിൽ ഇപ്പോൾ 3 കഷ്ണങ്ങൾ കാണാം. അത് ഒരു ആപ്പിളിന് 4 കഷ്ണം വെച്ചാൽ 3 കഷ്ണം വേണം. അപ്പോൾ ഇതിനെന്താ വിളിക്കുക? നിങ്ങൾക്കറിയാം, 3/4 എന്നാണ് വിളിക്കുക. ഇനി 2 × 3/4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? അഥവാ 2 × 3/40 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതേപോലെയുള്ള 3 കഷ്ണങ്ങൾ 2 ആവർത്തി 2 പ്രാവശ്യം എടുക്കുക എന്നാണല്ലോ. അപ്പോൾ 2 × 3/4 എന്നത് ഗുണിച്ച ഉത്തരം കിട്ടും. നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യം നമുക്ക് എടുക്കാം. നമുക്കറിയാം 3/4 കഷ്ണങ്ങൾ, അതിൽ 3 കഷ്ണം ഉണ്ടായിരിക്കുക. അതുകൊണ്ട് 2 പ്രാവശ്യം എടുക്കുമ്പോൾ 3 കഷ്ണങ്ങൾ 2 തവണ വരുമ്പോൾ 6 കഷ്ണം ഉണ്ടായിരിക്കുക. ഈ 3 എന്നുള്ളത് എന്തായിരിക്കും? 3 എന്നുള്ളത് എന്താണ്? അത് ഭിന്നസംഖ്യയുടെ അംശമാണ്. അപ്പോൾ അംശം 2 തവണ ആവർത്തിക്കും. അപ്പോൾ അംശത്തെ 2 കൊണ്ട് ഗുണിച്ചതായിരിക്കും ഉത്തരമായി വരുന്ന ഭിന്നസംഖ്യയുടെ അംശം. ഛേദം നേരത്തെ പറഞ്ഞ പോലെ 3/4 ഒരു പ്രാവശ്യം എടുക്കുമ്പോൾ അതിനെത്ര കണ്ട് ഛേദത്തിന് വലിപ്പമുണ്ടോ അതുതന്നെയായിരിക്കും 2 പ്രാവശ്യം എടുത്താലും. അതുകൊണ്ട് 3/4 ഛേദം 4 ആയതുകൊണ്ട് ഉത്തരത്തിൻ്റെ ഛേദം 4 ആയിരിക്കും. അപ്പോൾ ഈ 2 കണക്ക് പരിശോധിച്ചതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? ഒരു പൂർണ്ണസംഖ്യ കൊണ്ട് ഒരു ഭിന്നസംഖ്യയെ ഗുണിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അംശത്തെ പൂർണ്ണസംഖ്യയെ ഗുണിച്ച് കിട്ടുന്ന ഉത്തരമായിരിക്കും അവ തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരത്തിൻ്റെ അംശം. ഭിന്നസംഖ്യയുടെ ഛേദം തന്നെയായിരിക്കും ഉത്തരമായി വരുന്ന ഭിന്നസംഖ്യയുടെ ഛേദം. ഉത്തരം മനസ്സിലാക്കിയാൽ നമ്മൾ ഭിന്നസംഖ്യയെ ഒരു പൂർണ്ണസംഖ്യ കൊണ്ട് ഗുണിക്കാനുള്ള മാർഗം കണ്ടെത്തി എന്ന് പറയാം. ഒരു ഭിന്നസംഖ്യയെ ഒരു പൂർണ്ണസംഖ്യ കൊണ്ട് ഗുണിക്കുന്നതിന് മറ്റൊരു എളുപ്പവഴിയുണ്ട്. നമുക്കത് നോക്കാം. ഉദാഹരണത്തിന് 2 × 3/4 സമയം എത്രയാണ്? നമുക്കറിയാം 2 × 3 എന്ന് പറഞ്ഞാൽ 3 എന്ന സംഖ്യ 2 തവണ എടുത്ത് കൂട്ടുകയാണ്. അതായത് 2 × 3 = 3 + 3. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 × 3/4 എങ്ങനെ എഴുതാം? 3/4 + 3/4 എന്ന് എഴുതാം. ആ സങ്കലനം വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാതെ 3 + 3 അത് അംശങ്ങൾ കൂട്ടി ഛേദം ഒരു പ്രാവശ്യം എടുത്ത് എഴുതാം. അതായത് 3 + 3/4. 3 + 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 2 തവണ എടുത്ത് കൂട്ടുക. അതാണ് എന്ത്? 2 × 3 തുല്യമാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക്
3+3 പകരമായിട്ട് 2×3 എഴുതാം. ഛേദം 4 തന്നെ. അതായത് പൂർണ്ണസംഖ്യ ഇൻറ്റു അംശത്തിന് തുല്യമാണ് ഉത്തരമായി വരുന്ന ഭിന്നസംഖ്യയുടെ അംശം എന്ന് മനസ്സിലായി. ഛേദം ഭിന്നസംഖ്യയുടെ ഛേദം തന്നെ എന്നും മനസ്സിലായി. അപ്പോൾ ഉത്തരം 6/4. ഈ രീതിയാണ് വളരെ സിമ്പിളായിട്ടുള്ള രീതി. സ്കൂളിൽ പഠിപ്പിക്കുന്ന രീതി ഇതാണ്. അപ്പോൾ ഇത് എളുപ്പം മനസ്സിലാവും. അപ്പോൾ ഇത് മനസ്സിലാവുന്ന കുട്ടികൾ ഇത് ഫോളോ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനായിട്ട് കുറച്ച് പരിശീലന പ്രശ്നങ്ങൾ തരാം. അതാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഷീറ്റിലുള്ളത്. നിങ്ങളത് പോസ് ചെയ്ത് എഴുതിയെടുത്ത് അവ ചെയ്ത് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ഇതിൽ തന്നെ അല്പം കഴിഞ്ഞാൽ ഉത്തരം കാണിക്കും. ആ ഉത്തരവും പകർത്തിയെടുത്ത് നിങ്ങളുടെ ഉത്തരമായി എത്തി നോക്കി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തേണ്ടതാണ്. ഉത്തരം കൊടുത്തിരിക്കുന്നു, അത് നിങ്ങൾ നോക്കി ഒന്നുകൂടിയും തിരുത്തേണ്ടതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളുമായി അത് ഷെയർ ചെയ്യുന്നതിനും ശ്രമിക്കുമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്ക് വിട. നന്ദി, നമസ്കാരം.